ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കനോ ക്രിയേഷൻ. എല്ലാവർക്കും കനോ ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ റോസാ ചെടികളുണ്ടല്ലോ, റോസാ ചെടികളെ ഈ മഴക്കാലത്ത് നമുക്ക് എങ്ങനെ സംരക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ മഴ സമയം ആകുമ്പോഴത്തേക്ക് റോസാ ചെടികൾക്ക് വരുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുക്കൾ വന്നിട്ട് റോസാ ചെടിയെ നശിപ്പിച്ച് കളയാന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇലകളെല്ലാം നശിപ്പിച്ച് വരുന്ന മൊട്ടുകളെല്ലാം മുരടിപ്പിച്ച് ചെടിയെ തന്നെ പനലാക്കി കളയുന്ന ഒരു അവസ്ഥയാണ് മഴക്കാലം വരുമ്പോഴത്തേക്കും. അപ്പോൾ അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴും ദാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ 2 വളങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 2 വളങ്ങളും നിങ്ങൾക്ക് വീക്ക്ലി വൺസ് എന്ന രീതിയിൽ, ആഴ്ചയിൽ 1 വട്ടം എന്ന രീതിയിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വട്ടം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിൽ കൂടുതൽ തവണ ചെയ്യേണ്ട കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ നമുക്ക് 2 വട്ടം അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴോ ഒന്നും വേണ്ട. നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ 2 വട്ടമോ അല്ലെങ്കിൽ വീക്കിലി 2 വട്ടമോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്താലും ഈ വളങ്ങൾ രണ്ടും കാലാവസ്ഥയിൽ നമ്മുടെ ചെടിയെ നശിപ്പിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഈ ഉണ്ടാവുന്ന മുട്ടുകളുണ്ടല്ലോ അതിന് ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും പറ്റാതെ നല്ല വലിയ മുട്ടുകൾ വന്നിട്ട് പൂ വിരിയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വളങ്ങളാണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് റോസാ ചെടികളെ പറ്റി. പക്ഷേ ഈ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട വളങ്ങൾ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാലത്ത് നമുക്ക് റോസാ ചെടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മുടെ മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ടുള്ളതാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ചിട്ടാണെങ്കിൽ അതായിരിക്കും നല്ലത്. അത് ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ആ 1 സ്പൂണ് മതിയാവില്ല, നമുക്ക് 3-4 മൂട് ഇടാനുണ്ട്. അപ്പോൾ ഒരു 3-4 സ്പൂൺ അല്ലെങ്കിൽ ഒരു 4-5 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടിയിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയാണ് അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഒക്കെ വെച്ചിട്ടുള്ള ഫെർട്ടിലൈസർ ആകുമ്പോഴത്തേക്ക് മഴക്കാലത്ത് ഈ ചെടികൾ അഴുകി പോകാതെ, ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ മഴവെള്ളവും കൂടെ കെട്ടി നിന്നിട്ട് ചെടിയുടെ മൂടഴുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറാൻ ഏറ്റവും മികച്ച ഫെർട്ടിലൈസർ ഇതാണ് കേട്ടോ. ഇതാകുമ്പം മഞ്ഞൾപ്പൊടിയിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളം കെട്ടി നിന്നാലും മൂടഴുകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വെള്ളം ഒരിക്കലും കെട്ടി നിർത്താൻ പാടില്ല, അത് കുത്തി വിടുക തന്നെ ചെയ്യണം. എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുമുള്ള ഫെർട്ടിലൈസർ ആകുമ്പോഴത്തേക്കും അത് മൂടഴുകാതിരിക്കാനായിട്ടും കൂടെ സഹായിക്കും കേട്ടോ. പിന്നെ ഇത് പ്രധാനമായിട്ടും ചെടിയിൽ പൂക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ ഇലയിൽ പുഴുക്കുത്ത് വരുന്നതും ഒക്കെ തടയാനായിട്ടാണ് ഈ ഒരു ഫെർട്ടിലൈസർ. അപ്പോൾ ആ 4-5 അല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ച് ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇടുന്നത് കായമാണ്. കായത്തിനും സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൂടഴുകാതിരിക്കാനായിട്ട് സഹായിക്കും മഴക്കാലത്ത്. പിന്നെ ചെടിയിൽ നല്ല നല്ല മുട്ടുകൾ വരാനും പൂക്കൾ വരാനും വലിയ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും പോരായിക വരും. കാര്യം എപ്പോഴും നമ്മൾ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് മാത്രമേ നമ്മൾ ചെടികൾക്ക് കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നതിനേക്കാളും മുന്നേ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മഴ സമയം ആയാലും എൻ്റെ റോസാ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ മൊട്ടുണ്ട്, 4-5 മൊട്ടുകളുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ പുഴുവൊക്കെ വന്നിട്ട് ഈ ഇലയൊക്കെ കുത്തിപ്പൊട്ടിച്ച് പൂക്കളൊക്കെ നശിപ്പിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാവാതെ ഇതിലേക്ക് കീടങ്ങളും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നിറച്ച് മുട്ടത്തോടൊക്കെ ഇട്ടിട്ടുണ്ട്. മൂടൊന്നും അഴുകുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ അതുപോലത്തുള്ള ഫെർട്ടിലൈസറാണ് മഴക്കാലത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മഴയൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് തോന്നി നിൽക്കുന്ന പരുവമാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ 1 കപ്പ് ഒഴിച്ചെങ്കിലും പിന്നെ 1 കപ്പ് കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെർട്ടിലൈസറാണ്. അപ്പോൾ അത് നമ്മുടെ മൂട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിന്നോളും. ഇലകൾക്കൊന്നും കേടുവരില്ല, കീടങ്ങളൊന്നും വരില്ല, അതുപോലെ പൂത്താടികളൊന്നും വരില്ല. ഇതൊന്നും ഇതിനടുത്തേക്ക് വരികയോ ഇതിനെ നശിപ്പിക്കുകയോ ചെയ്യില്ല. പിന്നെ നല്ല നല്ല പൂക്കളും അതുപോലെ നല്ല വലിയ മുട്ടുകളും ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഇത് കുറച്ച് ഇതിനൊഴിച്ച് കൊടുത്തു. ഇനി അടുത്ത ചെടിയുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, ഇലകൾക്കൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇലകളൊക്കെ എപ്പോഴും ട്രിം ചെയ്ത് നിർത്തുക. ഞാൻ നേരത്തെ ഇനി വീഡിയോയിൽ പറയുന്നുണ്ട്, വരുന്ന ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇത് സംരക്ഷിക്കാനായിട്ട്. കണ്ട, ഇതിനകത്തൊരു ഒച്ച് വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം തന്നെ പൊക്കോളും. കാര്യം ഈ ഒരു മഞ്ഞൾപ്പൊടി വെള്ളമാണല്ലോ നമ്മൾ ഒഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതൊക്കെ ഇപ്പം പൊക്കോളും.
പിന്നെ നമ്മൾ എടുത്ത് കളയാൻ വേണം. ഓക്കെ, അപ്പം നല്ലതായിട്ട് നമ്മളെല്ലാ ചെടികളുടെ മൂട്ടിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അത് വിരിഞ്ഞിട്ടുള്ള പൂവാണ്, 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും മികച്ച ഫെർട്ടിലൈസറാണ്, മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് റോസാ ചെടികൾ എങ്ങനെ സംരക്ഷിക്കണം, അതിന് കൊടുക്കേണ്ട ഒരു കെയറിങ്ങിനെ പറ്റിയിട്ടൊക്കെ ബാക്കി കാണാം കേട്ടോ. ഇതൊക്കെ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള റോസാ ചെടികളാണ്. ഇതിനകത്തൊക്കെ 5ഉം 6ഉം മൊട്ട് ഒരുമിച്ച് വന്നിട്ട് അത് ഒരേ വലുപ്പത്തിന് വന്നിട്ട് പിന്നീട് അത് പൂക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത്. നല്ല കളറായിട്ട് നല്ല രീതിയിൽ ഈ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ചെടിയാണെങ്കിലും അല്ലാത്ത ചെടിയാണെങ്കിലും പൂക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടുന്ന ആ ഒരു ചെടിച്ചട്ടിയിൽ നടുന്ന ആ ഒരു പോട്ടിംഗ് മിക്സ്ചറിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും മണലുമാണ്. ഇതുണ്ടെങ്കിൽ നല്ല രീതിയിൽ റോസാ ചെടി തഴച്ച് വളരുകയും അതിനകത്ത് നിറച്ച് മുട്ടുണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് ഫെർട്ടിലൈസർ ആഴ്ചയിൽ ഒരു വട്ടമായിട്ട് നമ്മൾ കൊടുത്തിരുന്നാൽ മാത്രം മതി. ഇത്രയും ചെയ്താൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ നമ്മുടെ റോസാ ചെടിക്ക് ഉണ്ടാവും. പിന്നെ മുരടിച്ച് നശിച്ചു പോകുന്ന ചെടിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫെർട്ടിലൈസർ ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട മറ്റു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് ഉള്ളിത്തൊലിയും അതുപോലെ തന്നെ മുട്ടത്തോടും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറച്ച് മുട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ തളർപ്പ് ഉണ്ടാവുന്നതാണ്. നമ്മൾ വീട്ടിൽ ഡെയിലി ഉള്ളിയൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, പ്രത്യേകിച്ച് സവാള അതുപോലെ ചെറിയ ഉള്ളി, ഇതിൻ്റെയൊക്കെ തൊലി നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ചെടിച്ചെടിയുടെ മൂട്ടിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളറായിട്ടുള്ള പൂക്കൾ ഉണ്ടാവാനും മൊട്ടുകൾ ഉണ്ടാവാനും പെട്ടെന്ന് തളർത്തിളകൾ വരാനായിട്ടും ഒക്കെ റോസാ ചെടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2 കാര്യമാണ് മുട്ടത്തോടും അതുപോലെ തന്നെ ഉള്ളിത്തൊലിയും. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പൂക്കളൊക്കെ ഉണ്ടായി നിന്ന് ആ പൂക്കളൊക്കെ വാടുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് മുട്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 മുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ആ മുട്ടുകളെല്ലാം വിരിഞ്ഞ് പൂക്കളായിട്ട് കൊഴിഞ്ഞു പോയതാണ്. കൊഴിഞ്ഞു പോയാൽ നമ്മളിങ്ങനെ ഇതിനെ നിർത്തിക്കൂടാ. അപ്പോൾ തന്നെ നമ്മളിത് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞാലേ അവിടുന്ന് നെക്സ്റ്റ് തളിർപ്പ് വന്നിട്ട് നമുക്കവിടെ മുട്ടുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പെട്ടെന്ന് തളർപ്പ് ഉണ്ടാവാതിരിക്കുകയും അതുപോലെ തന്നെ ഇലകൾക്കെല്ലാം ഇതുപോലെ കേട് സംഭവിക്കാനായിട്ടും പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇനി ആ നെക്സ്റ്റ് തളർപ്പ് വന്നിട്ട് നമുക്ക് നല്ല മുട്ടുകളും പൂക്കളും ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ളതും ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അത് ട്രിം ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള പൂവാണിത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ റോസാ ചെടി അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്നതും വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകുന്നതും ആയിരിക്കും. പിന്നീട് ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ച ഫെർട്ടിലൈസറിൽ ഒന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര എന്താ പറയുക, പൂക്കാത്ത റോസും പന്നലായി പോയിട്ടുള്ള ചെടിയും നല്ല രീതിയിൽ തളർപ്പുകളുണ്ടായി പൂക്കളുണ്ടായി മാറുന്നതായിരിക്കും. അപ്പോൾ ആ ഫെർട്ടിലൈസറിലേക്ക് നമുക്ക് നമ്മുടെ ഏറ്റവും മികച്ച ഫെർട്ടിലൈസറിനായിട്ട് ആദ്യമായിട്ട് വേണ്ടുന്ന ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളിച്ച തൈരാണ്. നല്ല രീതിയിൽ പുളിപ്പുള്ള തൈര്, അതൊരു 3 സ്പൂൺ തൈരാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്ക് ഒരുപാട് റോസാ ചെടി ഇതുപോലെ നാശമായിട്ട് നിൽക്കുന്നെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം ഒരു 3 ചെടിക്ക് കൊടുക്കാനുള്ളതാണ് ഈ ഒരു 3 സ്പൂൺ പുളിച്ച തൈര്, നല്ല രീതിയിൽ പുളിച്ച തൈര്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിക്ക് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കീടങ്ങളിൽ നിന്നും നമ്മുടെ റോസാ ചെടിയെ രക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. കാരണം മുരടിച്ച് നിൽക്കുന്ന ആ ഒരവസ്ഥ അത് മാറാനായിട്ട് വെളുത്തുള്ളി വളരെയധികം യൂസ്ഫുള്ളാണ് റോസാ ചെടിക്ക്. മുരടിപ്പ് മാറിയിട്ട് നല്ല രീതിയിൽ തളർത്ത് വരും ഇലകളൊക്കെ, കേട്ടില്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി എടുക്കുന്നത്. വെളുത്തുള്ളി നിങ്ങൾക്കൊരു 5-6 ഇതൾ എടുക്കാം. പിന്നീട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുന്നു. അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു 3 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി നമ്മൾ 5-6
ഇതൾ മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. ചെടികൾ തോനെയുള്ളപ്പോൾ അളവുകൾ കൂട്ടിയാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്കൊരു 7-8 ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ അളവ് 3 സ്പൂൺ എന്നുള്ളത് ഒരു 6 സ്പൂണൊക്കെ ആക്കി മാറ്റാം. പിന്നീട് നിങ്ങളുടെ കയ്യിൽ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതൊരു 2 ഇതൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതായിട്ടൊന്ന് എന്താ പറയുക, പേസ്റ്റ് പോലൊന്നും ആവില്ല, തൈരും വെള്ളമൊക്കെയാണ്, ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. എങ്കിലും നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടിച്ചെടുക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ വെളുത്തുള്ളി ഒന്നും ഒരുപാട് അരഞ്ഞൊന്നും പോവില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടത്തേ ഉള്ളൂ. അത് മതി, അതാണ് നമുക്ക് വേണ്ടുന്ന പരുവവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് തന്നെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. എടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ചതഞ്ഞാണ് വെളുത്തുള്ളി കിടക്കുന്നത്, അങ്ങനെ മതി, ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ തൈര് നല്ല രീതിയിൽ വെളുത്തുള്ളിയുമായിട്ടൊന്ന് അടിച്ചെടുത്തേക്കാണ്. അപ്പം ഇത് ഈ ഒരു ഫോമിൽ നമുക്ക് ചെടിയുടെ മുട്ടിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. എപ്പോഴും ഫെർട്ടിലൈസർ എന്ത് ചെയ്യുക, ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിനകത്തോട്ട് നമുക്കിനിയിപ്പോൾ ഒരു 1/2 ലിറ്റർ വാട്ടർ ഒഴിച്ചു കൊടുക്കുക, അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 ലിറ്റർ ഒഴിച്ചൊന്ന് ഡൈലൂട്ട് ചെയ്യുക. ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ, നല്ലൊരു ലൂസ് പരുവത്തിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഒരു ഫെർട്ടിലൈസർ കിട്ടും. ഈ ഫെർട്ടിലൈസറിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം, നമ്മൾ മുരടിച്ച് നാശമായിട്ട് ഉണങ്ങി നിൽക്കുന്ന ചെടിക്ക് ഒഴിച്ചു കൊടുത്താലും അത് ഒരാഴ്ചയ്ക്കുള്ളിൽ നല്ല രീതിയിൽ വളർന്ന് തളിർപ്പുകളും അതുപോലെ തന്നെ നല്ല ഇലകളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു മാറ്റമാണ് റോസാ ചെടിക്ക് കിട്ടുന്നത്. അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഫെർട്ടിലൈസർ ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അപ്പം കണ്ടില്ലേ, ഈ ഒരു ഫോമിലാണ് നമ്മുടെ ഒരു ഫെർട്ടിലൈസർ ഇരിക്കുന്നത്. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള 2 മുരടിച്ച റോസാ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം മുരടിപ്പില്ലെങ്കിൽ ഞാൻ ട്രിം ചെയ്ത് നിർത്തിയേക്കാണ്, ഇതിൽ നിന്ന് തളിർപ്പുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ഫെർട്ടിലൈസറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫെർട്ടിലൈസർ നമുക്ക് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ്. അപ്പോൾ എല്ലാവരും ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കണം. റോസാ ചെടികളെല്ലാം ഹെൽത്തി ആയിട്ട് നിൽക്കും. നമുക്ക് മറ്റൊരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.